നമ്മള് ലേറ്റ് ആയാലും ഊണ് കഴിക്കാൻ കാണൂലേ? ഇല്ലേ? വെളിയിൽ നിന്ന് കഴിക്കും. എടാ അവിടെ ഒരു കടയുണ്ട്, ഒരു ഹോട്ടലുണ്ട്, ഒരു അമ്മച്ചിയുടെ നാടൻ കട. അയ്യോ ഇത് ഉടമ്പുള്ളി വറ്റിച്ച മീൻ ഇഷ്ടമല്ലേ, അതുകൊണ്ട് അത് കറിയുണ്ട്, ഫ്രൈ ഉണ്ട്, പിന്നെ ഈ സോസൊന്നും ഒഴിക്കാത്ത നല്ല വരട്ടിയ നാടൻ ബീഫുണ്ട്. എന്നാ അത് മതി, അത് മതി. കപ്പയുണ്ട്, വെണ്ണ പോലത്തെ കപ്പ, അത് മതി, നമുക്കത് കഴിക്കാം. എന്തായാലും നിങ്ങൾ ആ വെണ്ണ പോലത്തെ കപ്പയും ഈ മീൻകറിയൊക്കെ കുടമ്പളിയിട്ട് വറ്റിച്ച മീൻകറിയൊക്കെ കഴിക്കാൻ കയറുമല്ലോ. അപ്പൊ രണ്ടൊന്ന് നമുക്ക് ഇവിടെ കഴിക്കാൻ പിള്ളേരൊന്നും കൊണ്ടുപോകണ്ട, നിങ്ങൾ ഒറ്റയ്ക്കല്ലേ പോണേ? അല്ലല്ലോ, ഞാനോട് പറഞ്ഞു. എടാ നീ വന്നു കഴിഞ്ഞാൽ വേണ്ട താ നിൽക്കണ്, പിന്നെ ശിവ കൂടെ വരണമെന്ന് പറയും. ചുമ്മാ എല്ലാം കൂടെ ശ്രീകുട്ടറിന് പൈസ ഒന്നുമില്ല അല്ലേ അല്ലയാ? പള്ളിയല്ലേ എനിക്ക് വാങ്ങിച്ചു തരണേ. വിഷമിക്കാതെ വാങ്ങിച്ചതാ, ഞാൻ ഒന്നും പറയുന്നില്ല. നീ വാങ്ങിച്ചു ഇഷ്ടപ്പെട്ട മീൻ കറി എന്നൊക്കെ പറഞ്ഞു പറയണത് ഞാൻ കേട്ട്. എനിക്കും കൂടെ ഒരു ബീഫും കപ്പയും. അത് വാങ്ങിച്ചോണ്ട് വരാം. മക്കളെ കൂട്ടുകാരി നാളെ വരുമോ? അവളെ വിളിച്ചപ്പോഴേ അവള് ബിസി, കോൾ എടുത്തില്ല. ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്ക്. കുറച്ച് വേണ്ടി വിളിക്കാൻ വേണ്ടി. മക്കളെ കാര്യം ചെയ്യ്, ആ കൊച്ചിനെ ഫോൺ വിളിച്ച് അച്ഛൻ സംസാരിക്കാം, വരാൻ വിളിക്കാം. അച്ഛൻ പോയി വന്നിട്ട് വിളിച്ചാ പോരെ, അപ്പൊ ഞാൻ അച്ഛന്റെ കയ്യിൽ തരാവേ. വെച്ചു മുങ്ങിയതാണ്. വിടരുത്, എങ്ങനെയെങ്കിലും അവളെ പാർട്ടി നടത്തണം. ഉറപ്പായിട്ടും വേണം, വേണം, അത് വേണം. മെഡിസിൻ പറഞ്ഞേ. ഓ ഓ അമ്മായി വാ, ഇങ്ങോട്ട് ഇതൊക്കെ മടക്കി വെക്കണം. എന്താണ് അങ്ങനെ ഡെസ്പാണല്ലോ? ആ പിള്ളേര് വെറുതെ പുറകെ നടന്ന് ഓരോന്നൊക്കെ പറയാന്ന്. എന്നാ വല്ല കാര്യമുള്ള കാര്യമാണോ പറയണേ? അതുമല്ല, ചില സമയം അവര് പറയണതിൽ കുറച്ച് കാര്യമൊക്കെ ഉണ്ട്, ചില സമയം ഒരു കാര്യമില്ലാതെ സംസാരിക്കും. ആരെന്ത് കാര്യമില്ലാണ്ടാണ് സംസാരിക്കുന്നതെന്നാണ് അമ്മായി പറയുന്നത്? അല്ല, ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ, ആവശ്യമില്ലാതെ സംസാരിക്കും. ശ്രദ്ധിച്ചിട്ടില്ലേ? ചേച്ചി നമ്മളോട് സംസാരിക്കുമായിരുന്നില്ലേ? ചേച്ചി ഇങ്ങോട്ട് വന്നേ, ഞങ്ങള് പറഞ്ഞൊന്നും കേൾക്കുന്നില്ലേ? നമുക്ക് സംസാരിക്കാൻ ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ. എന്തായിരുന്നു മാറ്റർ? ആ ഗോപി ചേച്ചിയെ പെട്ടെന്ന് വിളിക്കോ, ഞങ്ങള് ത്രില്ലില്ല. ഓ, ആ ട്രീറ്റിന്റെ കാര്യം എന്ന് പറഞ്ഞ അല്ലേ? ചേച്ചി വിളിച്ചാലല്ലേ ആ ചേച്ചി വരത്തുള്ളൂ. ഞങ്ങള് കുറെ നേരിട്ട് പുറകെ കിടന്ന് പറഞ്ഞു നടക്കണം, വിളി 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 വിളിന്ന്. എടാ ഞാൻ വിളിച്ചടാ, അവള് പക്ഷെ തിരക്കിലാണ്. ഇനിയിപ്പോ 2 ദിവസം കഴിഞ്ഞിട്ട് വിളിക്കാം. എന്തിനാ 2 ദിവസം? അച്ഛൻ പറഞ്ഞല്ലോ ഞായറാഴ്ച വെക്കണ്ട, ഇത്രയും പെട്ടെന്ന് വെച്ചോളാൻ. ചേടാ, നീ അവളെ ഒറ്റ തവണയല്ലേ കണ്ടിട്ടുള്ളൂ, അത് പണ്ടെങ്ങാനും. പിന്നെ നിനക്കെന്താണ് ഇത്ര എക്സൈറ്റ്മെന്റ്? ചേച്ചിയുടെ കൂട്ടുകാരി വരുന്നതിന് നമുക്കൊരു സന്തോഷം. ശിവയുടെ ഫ്രണ്ട് വരുമെന്ന് പറഞ്ഞല്ലോ, അപ്പൊ എല്ലാം കൂടെ ആകുമ്പോ അടിപൊളിയായിരിക്കും. പക്ഷെ അടിപൊളി ട്രീറ്റ് ആണെങ്കിൽ നല്ല ചെലവും വരും കേട്ടോ. അത് പിന്നെ അത്രേ ഉള്ളൂ. ഗ്രാൻഡ് ട്രീറ്റ് ഒക്കെ ആകുമ്പോൾ തന്നെ മട്ടൺ ഇപ്പം 800 രൂപയല്ലേ, 3 കിലോ 2400 രൂപ. പിന്നെ നെമ്മീൻ ഒരു 2 കിലോ മേടിക്കണം, അപ്പോൾ 1000 രൂപ. നാടൻ കോഴി ഒരു 4 കിലോ മേടിക്കണം, അതൊരു 1000 രൂപ. അപ്പോൾ എത്ര? 2400, 1000, 3400, 4400. പിന്നെ ബീഫ് ഒരു 1000 രൂപ, അപ്പോൾ 5400. പിന്നെ കൊഞ്ചൊരു 1000 രൂപയ്ക്ക്, 6400. ഞണ്ടും 1000 രൂപയ്ക്ക്, 7400. 2000 രൂപയ്ക്ക് വേണം. 8400. ഓക്കെ, 8400. പിന്നെ അതിന്റെ കൂടെ ഒരു ഒട്ടച്ചെലവ് അതെല്ലാം കൂടെ കൂട്ടൊരു 1500, 10000, 13000. ഒരു നെറ്റ് ഒരു 13000 രൂപ ഉണ്ടെങ്കിൽ പൊളിക്കും. ചേച്ചിയുടെ പൂത്ത് പൈസ അല്ലേ, അച്ഛൻ പറയുന്ന പോലെ ഊരിയടി. ഊരിയടിയല്ല, എല്ലാത്തിനും കാലേ വരെ അടിക്കും ഞാൻ. എന്തിനാടാ 13,000 രൂപ ആക്കടെ? ഒരു 50,000 കൂടി ഇട്ടിട്ട് ആ ഉമ്മർത്തൊരു പന്തല് കിട്ട്, എന്നിട്ട് നാട്ടുകാർക്കൊക്കെ സദ്യ കൊടുക്ക്. പരിപ്പും പപ്പടം ഇഞ്ചിയില്ലാത്ത സദ്യ അല്ലേ? 16 അടി തരത്തിന്റെ സദ്യ. എന്റെ ഒരു കൂട്ടുകാരി വരണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവന്റെ ഒരു ആട്, മാട്, വാള, ചൂര, ചെമ്മീൻ, കൊഞ്ച്. സ്വഭാവം മാറിയണ്ടല്ലോ. അപ്പൊ ട്രീറ്റ് ഇല്ലേ ലച്ചു? അമ്മായിയുടെയും കുട്ടുമാവിന്റെ താലിയായിട്ട് നമുക്ക് കാണാൻ പറ്റിയില്ലല്ലോ. ആദ്യം അതിന്റെ ചെലവ് നടത്ത്, എന്നിട്ട് ശർക്കരയിലുള്ളവരെയും വിളി, കൂട്ടത്തിൽ നമുക്ക് ഗോപികനെയും വിളിച്ച് അതിന്റെ ട്രീറ്റും കൊടുക്കാം. ഇനി ചെലവോ ട്രീറ്റ് എന്നും പറഞ്ഞ ആരെങ്കിലും എന്റെ പുറകെ വന്നാണ്ടല്ല, എന്റെ സ്വഭാവം മാറി നോക്കിക്കോ. ആരുടെ ഡോറോടെ കൊണ്ട് വെച്ചത് എന്തോടെ ഇപ്പൊ ഇവിടെ നടന്നേ? കുഴിപ്പുള്ള ലച്ചു ആശാന്റെ വെടിക്കെട്ട്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.